Fortune Tours presents Destination Diary. കിഴക്കൻ നേപ്പാളിലെ ഹിമാലയത്തിൽ 1976 സ്ഥാപിതമായ ഒരു ദേശീയോദ്യാനമാണ് സാഗർമാതാ ദേശീയോദ്യാനം. 1979 നേപ്പാളിൽ നിന്നും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ പ്രഥമ ദേശീയോദ്യാനമായി ഇത്. 2002 275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ബഫർ മേഖലയും ദേശീയോദ്യാനത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. 1960കളുടെ ആരംഭം മുതൽക്കേ നേപ്പാളിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി സാഗർമാതാ ദേശീയോദ്യാനം മാറിയിരുന്നു. 2003 ഏകദേശം 19,000-ഓളം സഞ്ചാരികൾ ഇവിടെ സന്ദർശിച്ചു എന്നാണ് കണക്ക്. നേപ്പാളിലെ ഒരു ഗോത്രവിഭാഗമായ ഷെർപ്പകൾ ഇവിടെ അധിവസിക്കുന്നുണ്ട്. ദുധ്കോസി, ഭോട്ടേകോഷി നദികളുടെയും ഗോക്യ തടാകങ്ങളുടെയും മുകൾ ഭാഗത്തെ വൃഷ്ടിപ്രദേശങ്ങൾ സാഗർമാതാ ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്നു. പായലുകളും ലൈക്കണുകളും 5000 മീറ്റർ ഉയരത്തിൽ ഇവിടെ വളരുന്നുണ്ട്. ദേശീയോദ്യാനത്തിൽ 1000-ലധികം പുഷ്പ ഇനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംപിയൻ ഫസന്റ്, താടിയുള്ള കഴുകൻ, സ്നോ കോക്ക്, ആൽപൈൻ ചൗ എന്നിവയുൾപ്പെടെ 208 പക്ഷി ഇനങ്ങളെ സാഗർമാതാ ദേശീയോദ്യാനം ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ഒരു പ്രധാന പക്ഷി മേഖലയായി കൂടി കണക്കാക്കപ്പെടുന്നു. ആൻഗുലേറ്റുകളിൽ ഹിമാലയൻ തഹർ, ഹിമാലയൻ സെറോ, കസ്തൂരിമാൻ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഹിമപ്പുലി 3500 മീറ്റർ ഉയരത്തിലാണ് ഇവിടെ വസിക്കുന്നത്. ഇന്ത്യൻ പുള്ളിപ്പുലികൾ താഴ്ന്ന ഉയരങ്ങളിൽ വനങ്ങളിൽ വിഹരിക്കുന്നുണ്ട്. കിഴക്കൻ നേപ്പാളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സംരക്ഷിത പ്രദേശമാണ് സാഗർമാതാ ദേശീയോദ്യാനം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഈ ഉദ്യാനത്തിന്റെ പരിധിയിലാണ് വരുന്നത്. എവറസ്റ്റ് കൊടുമുടി നേപ്പാളി ഭാഷയിൽ സാഗർമാതാ എന്നാണ് അറിയപ്പെടുന്നത്. 1148 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചിരിക്കുന്ന ഈ ഉദ്യാനം നേപ്പാളിലെ സോലുഖുംബു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. Fortune Tours presents Destination Diary.